ഒരാൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കാം. എന്നാൽ 5 മിനിറ്റ് നേരം ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് താനൊരു പരാജയമാണെന്ന് അവർക്ക് തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ അവിടെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവർക്ക് ലഭിക്കുന്ന ശമ്പളം പഴയത് തന്നെയാണ്, അവരുടെ ബന്ധങ്ങൾ പഴയത് തന്നെയാണ്, കണ്ണാടിയിൽ കാണുന്ന മുഖവും പഴയത് തന്നെയാണ്. ഒരൊറ്റ കാര്യം മാത്രമേ അവിടെ മാറിയിട്ടുള്ളൂ. ആരുമായിട്ടാണോ സ്വയം താരതമ്യം ചെയ്യുന്നത് ആ വ്യക്തി. ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് പുതിയതായി യാതൊരു വിവരവും നൽകാതെ തന്നെ മറ്റൊരാളെ മോശമായി തോന്നിപ്പിക്കാൻ ഈ ഒരു കമ്പാരിസന് സാധിക്കൂ എന്നുള്ളതാണ്. പക്ഷേ പിന്നെ എന്തിനാണ് നമ്മുടെ തലച്ചോറ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 1954 ലിയോൺ ഫെസ്റ്റിംഗർ എന്നൊരു സൈക്കോളജിസ്റ്റ് ഈ തോന്നലിന് പിന്നിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കാരണത്തെ വിശദീകരിക്കുന്ന സിദ്ധാന്തം അവതരിപ്പിച്ചു. മനുഷ്യർ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുമായിട്ട് തന്നെ താരതമ്യം ചെയ്തുകൊണ്ടാണ് സ്വയം വിലയിരുത്തുന്നത് എന്ന്. പതിറ്റാണ്ടുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ കൂടുതൽ അസ്വസ്ഥജനകമായിട്ടുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി. നമ്മുടെ തലച്ചോറ് സാധാരണമായിട്ടുള്ള ജീവിതത്തെ മറ്റൊരു സാധാരണക്കാരൻ്റെ ജീവിതവുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ നോർമൽ ലൈഫിനെ മറ്റൊരാൾ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത അവരുടെ ഏറ്റവും മികച്ച നിമിഷങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ അവസാനത്തോടെ ഈ പ്രോസസ്സിന് നമുക്ക് ലൈവായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത്ര സിമ്പിളായിട്ട് മാറും. മാത്രമല്ല, അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് താരതമ്യത്തെ കേവലം ഒരു വേദനയുടെ ഉറവിടം എന്നതിൽ നിന്ന് ഉപയോഗപ്രദമായിട്ടുള്ളൊരു ഇൻഫർമേഷനാക്കി മാറ്റുകയും ചെയ്യും. കമ്പയർ ചെയ്യുക എന്നത് ഒരിക്കലും ഒരു പ്രശ്നമായിരുന്നില്ല. അത് അതിജീവനത്തിനായിട്ടുള്ള വളരെ പ്രാചീനമായിട്ടുള്ള സംവിധാനമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ചെറിയ സമൂഹങ്ങളായി ജീവിച്ചിരുന്ന സമയത്ത് മനുഷ്യൻ്റെ തലച്ചോറ് വികസിപ്പിച്ചെടുത്തൊരു മെത്തേഡാണ്. അന്ന് ആരാണ് കൂടുതൽ ശക്തൻ, ആർക്കാണ് കൂടുതൽ ബഹുമാനം കിട്ടുക, ആരുടെ കൈവശമാണ് കൂടുതൽ ഭക്ഷണമുള്ളത്, ആരാണ് പിന്നിലായി പോകുന്നത് തുടങ്ങിയതൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിച്ചിരുന്നു. കൂട്ടത്തിൽ ഒരാളുടെ സ്ഥാനം എന്താണെന്ന് അറിയുന്നത് അക്കാലത്ത് അതിജീവനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഓരോ കുറച്ച് സെക്കൻഡുകളിലും വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങൾ കാണാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ലോകത്തേക്ക് ആ ഒരു പ്രാചീനമായ തലച്ചോറിനെ കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ആ ഒരു ചേർച്ചയില്ലായ്മ മാനസികമായിട്ടുള്ളൊരു കെണി ഒരുക്കുന്നുണ്ട്. ആദ്യം കമ്പാരിസൺ വരുന്നു, പിന്നീട് തനിക്ക് പോരായ്മകളുണ്ടെന്ന് മനസ്സിലാവുന്നു, തുടർന്ന് വീണ്ടും വീണ്ടും നോക്കാനുള്ള പ്രേരണ ഉണ്ടാവുന്നു. ചിലപ്പോൾ ഏത് പ്രവൃത്തിയാണോ ആ മോശം തോന്നൽ ഉണ്ടാക്കുന്നത്, അതേ പ്രവൃത്തി തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായിട്ട് മാറുന്നു. ഇതാണ് ദ ട്രാപ്പ് ഓഫ് കമ്പാരിസൺ. ഇൻസ്റ്റാഗ്രാം ഉണ്ടാകുന്നതിനും വളരെ മുമ്പ് തന്നെ ഇതിൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്വന്തം അഭിപ്രായങ്ങളും കഴിവുകളും വിലയിരുത്താനുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രേരണ മനുഷ്യർക്കുണ്ട് എന്ന് ഫെസ്റ്റിംഗർ വാദിച്ചിരുന്നു. എന്നാൽ ബുദ്ധിശക്തി, ആകർഷണീയത, വിജയം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വാല്യൂ എന്നിവയൊക്കെ അളക്കാൻ ലോകത്ത് പൊതുവായൊരു അളവുകോലില്ല. അതുകൊണ്ട് തലച്ചോറ് വശങ്ങളിലേക്ക്, അതായത് മറ്റുള്ളവരിലേക്ക് നോക്കും. ഈ മറ്റുള്ളവരിലേക്കുള്ള നോട്ടത്തെയാണ് അദ്ദേഹം സോഷ്യൽ കമ്പാരിസൺ അഥവാ സാമൂഹിക താരതമ്യം എന്ന് വിളിക്കുന്നത്. ഇത് എപ്പോഴും ദോഷകരമാകണമെന്നില്ല. ഒരു വിദ്യാർത്ഥി മറ്റൊരാൾ ബുദ്ധിമുട്ടുള്ളൊരു കണക്ക് ചെയ്യുന്നത് നോക്കി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരൻ ഒരു വിദഗ്ധനെ നിരീക്ഷിക്കുമ്പോഴോ അവർ താരതമ്യത്തെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എനിക്ക് എവിടെ വരെ എത്താൻ കഴിയും, എന്തൊക്കെ കാര്യങ്ങളാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വഴി അതാണ്. എന്നാൽ ഇതേ സംവിധാനത്തിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്ന, അവിടെ താരതമ്യത്തിൻ്റെ വിവരങ്ങൾക്ക് പകരമായി ഒരു വിധിയെഴുത്ത് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആ ഒരു വ്യത്യാസം പിന്നീട് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കും. കമ്പാരിസൺ പ്രധാനമായിട്ടും 2 ഡയറക്ഷനിലാണ് നടക്കുന്നത് എന്ന് ഫെസ്റ്റിംഗറിൻ്റെ സിദ്ധാന്തം പറയുന്നുണ്ട്. മറ്റൊരാൾ എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെക്കാൾ മികച്ചതായി കാണപ്പെടുമ്പോഴാണ് അപ്വേർഡ് കമ്പാരിസൺ, അതായത് മുകളിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. കൂടുതൽ ആകർഷണീയമാകണം, കൂടുതൽ വിജയം ഉണ്ടാവണം, കൂടുതൽ സമ്പത്തുണ്ടാവണം, കൂടുതൽ നേട്ടങ്ങളുണ്ടാവണം. അങ്ങനെ ഇത് നമുക്ക് നല്ല മോട്ടിവേഷൻ തരുമെങ്കിലും വളരെ എളുപ്പത്തിൽ അത്ര സുഖകരമല്ലാത്ത മറ്റൊരു വികാരത്തിന് കാരണമാവും. അതാണ് അസൂയ. ഇനി ഡൗൺവേർഡ് കമ്പാരിസൺ ഉണ്ട്, താഴോട്ടുള്ള താരതമ്യം. ഇത് നേർ വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെക്കാൾ മോശം അവസ്ഥയിലുള്ള ഒരാളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് താൽക്കാലികമായി നമ്മുടെ ആത്മാഭിമാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. മനുഷ്യൻ്റെ ഹിസ്റ്ററിയുടെ മെജോറിറ്റി സമയത്തും ഈ 2 താരതമ്യങ്ങൾക്കും സ്വാഭാവികമായിട്ടുള്ള ചില പരിമിതികളുണ്ടായിരുന്നു. കാരണം വളരെ കുറച്ച് ആളുകളുമായി മാത്രമേ തലച്ചോറിന് സ്വയം താരതമ്യം ചെയ്യാനുള്ള അവസരം കിട്ടൂ. എന്നാൽ മോഡേൺ സോഷ്യൽ മീഡിയ ഈ പരിമിതിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇന്ന് കമ്പയർ ചെയ്യാനുള്ള ഈ ഒരു വലിയ ലോകത്ത് പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ട്, കായിക താരങ്ങളുണ്ട്, കോടീശ്വരന്മാരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, സഹപാഠികളുണ്ട്, പഴയ സുഹൃത്തുക്കളുണ്ട്. കൂടാതെ തികച്ചും അപരിചിതമായിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെ ആളുകൾ വരെ ഒരേ സമയം നമ്മുടെ ലൈഫിലേക്ക് കയറി വരും. ഇതിൻ്റെ യഥാർത്ഥ ഡേഞ്ചർ ആളുകളുടെ എണ്ണം മാത്രമല്ല, മറിച്ച് എന്താണ് അവിടെ കാണിക്കുന്നത് എന്ന് തീരുമാനിക്കുന്ന ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് കൂടിയാണ് യഥാർത്ഥ വില്ലൻ. കാരണം ഇൻസ്റ്റാഗ്രാം പോലെയുള്ളവ കാണിക്കുന്നത് യാഥാർത്ഥ്യമല്ല,
തിരഞ്ഞെടുപ്പുകളെ അതിജീവിച്ച കാര്യങ്ങളെ മാത്രമാണ് അതിൽ കാണുക. അതായത് ഒരാളുടെ ബെറ്റർ ലൈഫല്ല കാണിക്കുന്നത്, പകരം അയാളുടെ ലൈഫിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില ബെറ്റർ വേർഷൻസ് മാത്രമാണ്. റീസെൻ്റായിട്ട് നടന്ന പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സും അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് ആക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മാത്രം ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്നതിനേക്കാൾ ടെൻഷനും പ്രോബ്ലംസും ഒക്കെ ഉള്ളത് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നീട് അതൊരു പബ്ലിക് എക്സ്പോഷറായിട്ട് മാറുന്നത് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് നല്ലതിൻ്റെ പുറകെയുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ റിയാലിറ്റി ഒത്തുപോകാത്തത് കൊണ്ടാണ്. സാധാരണയായി കടന്നു പോകുന്ന ഒരു ചൊവ്വാഴ്ച ഒരിക്കലും ഒരു വൈറൽ പോസ്റ്റ് ആകാറില്ല. അല്ലെങ്കിൽ പരാജയപ്പെട്ടൊരു മീറ്റിങ്ങിന് സിനിമകളുടേതുപോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കിട്ടാറില്ല. വളരെ ഏകാന്തമായിട്ടിരിക്കുന്ന ഒരു വൈകുന്നേരത്തിന് മികച്ച ലൈറ്റിങ്ങും ഉണ്ടാകാറില്ല. അങ്ങനെ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്രത്യക്ഷമാണ്. ഏറ്റവും മികച്ച നിമിഷങ്ങൾ മാത്രം ബാക്കിയാവും. എന്നാൽ തലച്ചോറ് ഈ രണ്ട് കാര്യങ്ങളെയും ഒരേ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ പോലെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരാൾ തികച്ചും സാധാരണമായിട്ടുള്ള ഒരാഴ്ചയിലൂടെ കടന്നു പോവുകയാണ്. അതിൽ ഒരു 6 നല്ല നിമിഷങ്ങളും 20 ബോറടിപ്പിക്കുന്ന നിമിഷങ്ങളും പിന്നെ കുറച്ച് സ്ട്രെസ്സ് കിട്ടുന്ന കാര്യങ്ങളും 1-2 നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളും കാണാം. കൂടാതെ അതിഗംഭീരമായിട്ടുള്ളൊരു നിമിഷം ഉണ്ടാവും. മറ്റൊരു വ്യക്തി കടന്നു പോകുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരാഴ്ചയിലൂടെയാണ്. അവരുടെ ആഴ്ചയിൽ ബോറടിയും സ്ട്രെസ്സും പരാജയങ്ങളും ഇൻസെക്യൂരിറ്റിയും ഒക്കെ ആയിരിക്കും നിറഞ്ഞു നിൽക്കുക. എന്നാൽ അതിഗംഭീരമായ ഒരൊറ്റ നിമിഷത്തിൻ്റെ ഫോട്ടോ മാത്രം അയാൾ എടുക്കുന്നു, അയാൾ പോസ്റ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാത്തരം അനുഭവങ്ങളുടെയും ഒരു കംപ്ലീറ്റ് മിക്സ് കാണാൻ പറ്റും. എന്നാൽ ഞാൻ രണ്ടാമത് പറഞ്ഞ വ്യക്തിയിൽ പൊതുവായ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് നല്ലതാണ്, എന്നാൽ മെജോറിറ്റിയും അവരുടെ ലൈഫ് അത്ര സുഖകരമായിരിക്കില്ല. പക്ഷേ നമ്മുടെ തലച്ചോറ് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മുടെ തലച്ചോറ് കാണുന്നത് ഇത്ര മാത്രമാണ്. അവർ എന്നേക്കാൾ സന്തോഷവാന്മാരാണ്. അതാണ് ഇതിൻ്റെ ട്രാപ്പ്. ഇമോഷണലായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇത് മാത്തമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ അനീതിയാണെന്ന് കാണാം. ഒരു ഡാറ്റാ സെറ്റിൽ ഒരാളുടെ മുഴുവൻ ജീവിതവും അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മിക്സഡ് ഡാറ്റാ സെറ്റ്, അതായത് ഒരു 6 നല്ല നിമിഷം, 20 ബോറടിപ്പിക്കുന്ന നിമിഷം, അങ്ങനെയുള്ള ഒരാളുടെ ലൈഫിൽ എല്ലാ ഡാറ്റാ സെറ്റും ഉണ്ട്. എന്നാൽ രണ്ടാമത്തേതുണ്ടല്ലോ, 1-2 മികച്ച നിമിഷം, പിന്നെ മൊത്തം ബോറടിയും സ്ട്രെസ്സും. പക്ഷേ അയാളുടെ നല്ല നിമിഷം മാത്രമേ അയാൾ പുറത്ത് കാണിക്കൂ. ഇതിൽ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള മറ്റൊരു പ്രശ്നം കൂടി കാണാം. ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളിൽ പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ തുടർന്നു കൊണ്ടേയിരിക്കുന്നത്? ഇതൊരു യുക്തിയില്ലാത്ത കാര്യമല്ലേ? ഇപ്പം ഞാനിങ്ങനെ നോക്കുന്നു, വേറൊരാളുടെ നല്ല ലൈഫ് കാണുന്നു, എൻ്റെ ലൈഫ് വലിയ പരാജയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ അയാളെ ഫോളോ ചെയ്യുന്നു. എന്നാൽ തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് വെറും സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അൺസർട്ടിനിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ ഫീഡിൽ വരുന്ന അടുത്ത പോസ്റ്റ് ഒരുപക്ഷെ ബോറടിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ അതിശയകരവും ആകാം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആദരവ് തോന്നും, തമാശയാവും, അർത്ഥവത്തായിട്ടുള്ള ഒന്നാവും. പക്ഷേ ഈ ഒരു അൺസർട്ടനിറ്റിയാണ് വീണ്ടും വീണ്ടും അത് പരിശോധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. B.S. സ്കിന്നർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ റിവാർഡ് ഷെഡ്യൂളുകളെ കുറിച്ചുള്ള പഠനത്തിൽ ഈ പാറ്റേൺ കണ്ടെത്തിയിരുന്നു. തുടർച്ചയായതും എളുപ്പം നിർത്താൻ കഴിയുന്നതുമായിട്ടുള്ള പെരുമാറ്റം സൃഷ്ടിക്കുന്നത് എല്ലാ തവണയും റിവാർഡ് ലഭിക്കുന്ന പാറ്റേണുകളിലല്ല, മറിച്ച് ചില സമയങ്ങളിൽ മാത്രം അപ്രതീക്ഷിതമായി റിവാർഡ് ലഭിക്കുന്ന പാറ്റേണുകളാണ്. ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും സന്തോഷം കിട്ടണമെന്ന് തലച്ചോറിന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അടുത്ത തവണ നോക്കുമ്പോൾ സന്തോഷം ചിലപ്പോൾ കിട്ടിയേക്കാം എന്ന സാധ്യത മാത്രം മതി. അങ്ങനെ ആ ഫീഡ് പൂർണ്ണമായും പ്രതീക്ഷകളെ അടിസ്ഥാനമായി നിർമ്മിച്ച ഒരു മെഷീനായി മാറും. ഇതിനിടയിലേക്ക് കമ്പാരിസണും വളരെ സൈലൻ്റ് ആയിട്ട് കടന്നു വരാം. വിജയിച്ച ഒരാളെ കാണുന്നു, താരതമ്യം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരാൾ വീട് വെച്ച വാർത്ത കാണുന്നു, താരതമ്യം ചെയ്യുന്നു. ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടിയ കാര്യം കാണുന്നു, കമ്പയർ ചെയ്യുന്നു. ഒടുവിൽ ഈ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ആ പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന ഒന്നല്ലാതാകുകയും ആ പ്രവൃത്തിയുടെ തന്നെ ഭാഗമായി മാറുകയും ചെയ്യുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് ഒടുവിൽ നമുക്ക് ഈ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടല്ലോ, അത് ആ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഒന്നല്ല, പകരം നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. ഇവിടെ വെച്ചാണ് ഞാൻ ഈ പറയുന്ന കാര്യം കൂടുതൽ അസ്വസ്ഥാജനകമാകുന്നത്. കാരണം അസൂയ എന്ന് പറയുന്ന വെറും ഒരു അസ്വാഭാവികമായിട്ടുള്ള വികാരമല്ല. 2009 ഹിഡഹിക്കോ തകഹാഷിയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകർ തങ്ങളെക്കാൾ മികച്ച പ്രകടനം നടത്തിയ ഒരാളെക്കുറിച്ച് അറിയുമ്പോൾ ആളുകളുടെ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു എന്ന് സ്കാൻ ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ ആക്ടിവേറ്റായി കണ്ട തലച്ചോറിൻ്റെ ഭാഗമാണ് ആൻറ്റീരിയൽ സിംഗുലേറ്റ് കോർട്ടക്സ് എന്ന് പറയുന്നത്. സംഘർഷങ്ങൾ കണ്ടെത്തുകയും ഫലങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നൊരു മേഖലയാണ് തലച്ചോറിൽ. പക്ഷേ താൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നും എവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്നതിനുമിടയിലുള്ള വിടവിനെ മറ്റൊരാളുടെ വിജയം തുറന്നു കാണിക്കുമ്പോൾ തലച്ചോറ് ആ വിടവിനെ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള ഒന്നായി കണക്കാക്കും. ഇതിനർത്ഥം തലച്ചോറിൽ എവിടെയോ അസൂയയ്ക്ക് മാത്രമായി ഒരു കേന്ദ്രം ഒളിപ്പിച്ചിട്ടുണ്ടെന്നല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ്റെ വികാരങ്ങൾ ഒന്നിലധികം ശൃംഖലകളിലൂടെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇത് റിയലായിട്ടുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സോഷ്യലായിട്ടുള്ള കമ്പാരിസൺ അളക്കാൻ കഴിയുന്ന തരത്തിലുള്ള ന്യൂറൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന്.
കാരണം തലച്ചോറ് സമൂഹത്തിൻ്റെ സ്ഥാനത്തെയും പദവിയെയും അർത്ഥവത്തായിട്ടുള്ള ഇൻഫർമേഷനായിട്ടാണ് കാണുന്നത്. ഈ രീതിയിൽ നോക്കുമ്പോൾ അസൂയ എന്ന് പറയുന്നത് ഒരു മോശം വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമല്ല. അത് എങ്ങനെയാണോ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത് അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്ന ഒരു മെഷർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ തെളിവാണ്. എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് നമ്മളോട് പറയുന്നു, എന്നാൽ ആ വ്യത്യാസം എന്താണെന്ന് അത് വിശദീകരിക്കുന്നില്ല. മറ്റൊരാളുടെ വിജയം കണ്ട് താൻ പുറകിലാണെന്ന് വിലയിരുത്തുന്നത് യഥാർത്ഥ തെളിവുകൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ തെളിവുകൾ പറയുന്നത് ആ വ്യക്തി ഒരു പ്രത്യേക കാര്യത്തിൽ നിങ്ങളെക്കാൾ മുന്നിലാണ് എന്ന് മാത്രമാണ്. ഇതിനെല്ലാം താഴെയായി വളരെ ഡീപ്പായിട്ടുള്ള മറ്റൊരു കെണി കൂടിയുണ്ട്. മനുഷ്യർ എവിടെയാണ് സന്തോഷമിരിക്കുന്നത് എന്ന് സങ്കല്പിക്കുന്നു എന്നതുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. സന്തോഷം എന്ന് പറയുന്ന ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്ത് കാത്തിരിക്കുന്ന ഒന്നാണെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കരുതുക. സന്തോഷം എന്ന് പറയുന്നത് എവിടെയോ എത്തുന്ന ഒരു ടോപ്പ് ലെവൽ ടാർഗറ്റ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുക. മെച്ചപ്പെട്ട ജോലി, കൂടുതൽ പണം, ഒരു നല്ല ബന്ധം, വലിയൊരു വീട്, കൂടുതൽ വലിയ സദസ്സ്, അങ്ങനെ പോകും. ഇതിൻ്റെ സമവാക്യം വളരെ സിമ്പിളാണെന്ന് തോന്നും. നിലവിലെ ജീവിതം പ്ലസ് നേട്ടങ്ങൾ സമം സന്തോഷം. എന്നാൽ ആ നേട്ടം കൈവരിച്ച് കഴിയുമ്പോൾ വിചിത്രമായൊരു കാര്യം ഉണ്ടാവും. തലച്ചോറ് ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടും. ആ പുതിയ സാഹചര്യം ഒരു സാധാരണ കാര്യമായി മാറും. ഒരിക്കൽ ഫിനിഷിംഗ് ലൈൻ എന്ന് കരുതിയ ലക്ഷ്യം വളരെ നിശബ്ദമായി ഒരു സ്റ്റാർട്ടിംഗ് ലൈനായിട്ട് മാറും. കൃത്യം ആ സമയത്ത് തന്നെ കമ്പാരിസൺ പുതിയൊരു ലക്ഷ്യത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ഒരാൾ നമ്മളെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നു, അപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന ലൈൻ വീണ്ടും പുതിയൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ടില്ല, മറ്റൊരാൾ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു വലിയ കമ്പനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഫിനിഷിംഗ് ലൈൻ വീണ്ടും മാറും. ഹാർവാർഡ് സൈക്കോളജിസ്റ്റായ തൽബൻ ഷഹാർ ഈ പാറ്റേൺ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ദ അറൈവൽ ഫാലസി. ഭാവിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ അത് നിലവിലെ അസംതൃപ്തിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും എന്ന തെറ്റായ വിശ്വാസമാണ്. ഇവിടെ പ്രശ്നം ലക്ഷ്യബോധമായിരുന്നില്ല, അത് യഥാർത്ഥത്തിൽ ഉപകാരപ്രദമാണ്. ഒരിക്കലും നിശ്ചലമാകാത്ത ഒരു താരതമ്യ ലക്ഷ്യത്തിന് ചുറ്റുമായി നമ്മുടെ വ്യക്തിത്വത്തെ പടുത്തുയർത്തുന്ന ഒരു യഥാർത്ഥ പ്രശ്നം. കാരണം സന്തോഷം എന്ന് പറയുന്നത് മുന്നിലെത്തുന്നതിനെ ആശ്രയിച്ചാണെങ്കിൽ എപ്പോഴും നമുക്ക് മുന്നിലായി ആരെങ്കിലും ഉണ്ടായിരിക്കും എന്നർത്ഥം. ഇതേ പ്രോസസ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ കാലത്തെ മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്തെയും അത് ബാധിക്കും. വളരെ മനോഹരമായ ഒരു മുറിയിലിരിക്കുന്ന ഒരാൾ ബീച്ചിൽ നിൽക്കുന്ന മറ്റൊരാളുടെ ഫോട്ടോ കാണുന്നു എന്ന് കരുതുക. അപ്പോൾ ആ മുറിക്ക് യാതൊരു മാറ്റവും ഇല്ല, എന്നാൽ മാനസികമായി അതിന് മാറ്റം വന്നതായി തോന്നി തുടങ്ങും. വില കൂടിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടതിന് ശേഷം ഒരു സാധാരണ രാത്രി ഭക്ഷണം ബോറടിയായിട്ട് മാറും. ഒരു ഫിറ്റ്നസ് മോഡലിനെ കണ്ടതിന് ശേഷം ആരോഗ്യകരമായ ഒരു ശരീരം പോരായ്മയുള്ളതായി തോന്നാൻ തുടങ്ങും. മറ്റൊരാളുടെ ബിസിനസ് വിജയിക്കുമ്പോൾ സ്ഥിരതയുള്ള സ്വന്തം ജോലി ഒരു പരാജയമായി തോന്നാൻ തുടങ്ങും. ഈ സാഹചര്യങ്ങളിലൊന്നും ഫിസിക്കലായി യാതൊരു മാറ്റവും ഇല്ല. അതായത് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ് മാത്രമേ മാറുന്നുള്ളൂ. കമ്പാരിസൺ ചെയ്യുന്നത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള നാശം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അതെപ്പോഴും നേരിട്ട് വേദന നൽകിക്കൊണ്ട് സന്തോഷം കവർന്നെടുക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു സാധാരണ ജീവിതം തീരെ അപര്യാപ്തമാണെന്ന് തോന്നിച്ചുകൊണ്ട് അത് സന്തോഷം ഇല്ലാതാക്കും. ഇപ്പോൾ പോകുന്ന ജീവിതം നല്ലതാണോ എന്ന തലച്ചോറിൻ്റെ ചോദ്യത്തെ ഇപ്പോൾ പോകുന്ന ജീവിതം അവരുടേതത്ര നല്ലതാണോ എന്ന ചോദ്യത്തിലേക്ക് മാറ്റും. ഇത് തികച്ചും വ്യത്യസ്തമായൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരവും വ്യത്യസ്തമാണ്. എങ്ങനെയെങ്കിൽ താരതമ്യം ചെയ്യുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണോ? മിക്കവാറും വേണ്ട. കാരണം അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതെന്തിനു വേണ്ടിയുള്ളതാണെന്ന് തെറ്റായി മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. യഥാർത്ഥ സാധ്യതകൾ വെളിപ്പെടുത്താനും യഥാർത്ഥ പോരായ്മകൾ കണ്ടെത്താനും ശരിയായ മോട്ടിവേഷൻ നൽകാനും കമ്പാരിസന് കഴിയും. അതിനെ ഇല്ലാതാക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് അതിൻ്റെ ജോലി മാറ്റുക എന്നതാണ്. ഇതിനെ ഒരു വിധിയെടുത്തായിട്ട് എടുത്താൽ അവർക്ക് കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ മോശമാണ്. പക്ഷേ അവർക്ക് എനിക്ക് വേണ്ട എന്തോ ഒന്നുണ്ട്. അത് കൃത്യമായിട്ട് എന്താണ്, അതിലെ ഏത് ഭാഗമാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്, ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഇതിൽ ആദ്യത്തെ രീതി മറ്റൊരാളുടെ വിജയത്തെ തനിക്കെതിരെയുള്ളൊരു തെളിവായി മാറ്റും. രണ്ടാമത്തെ രീതി അതിനെ ഒരു വിവരമാക്കി മാറ്റിയിട്ട് ആ വ്യത്യാസം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമോഷണൽ റിസൾട്ട്സിനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഒന്നുമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്ന നിമിഷത്തിൽ തന്നെ തത്സമയം പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയുണ്ട്. ഒരാളൊരു ബീച്ച് ഫോട്ടോ കാണുന്നു, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് തുടങ്ങിയതായിട്ടുള്ള വാർത്ത കാണുന്നു. അപ്പോൾ നമ്മൾ 3 പടികളിലൂടെ കടന്നു പോകണം. ആദ്യം തനിക്ക് തോന്നിയ ഇമോഷൻ എന്താണ്? അത് അസൂയയാണ്. അതിന് കാരണമായിട്ടുള്ള കാര്യം എന്താണ്? ഒരു അവധിക്കാല യാത്രയാണ്. തുടർന്ന് ഒരൊറ്റ ചോദ്യം ചോദിക്കുക, ഇതിന് താഴെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം എന്താണ്? ഇതിന് വെറും 3 സെക്കൻഡേ എടുക്കൂ. നിങ്ങളുടെ വിരൽ അടുത്ത പോസ്റ്റിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് സംഭവിക്കുകയും ചെയ്യും. ഇതിന് താഴെയായിട്ട് വളരെ നിശബ്ദമായി സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ താരതമ്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയുണ്ടല്ലോ, അയാളുടെ യഥാർത്ഥ ജീവിതമല്ല അവിടെയുള്ളത്. അവരുടെ ജീവിതം എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയതാണ്. ഒരു ഫോട്ടോ അത് കൃത്യമായിട്ടുള്ള ഒരു ആംഗിളിൽ ലൈറ്റ് വെച്ചെടുക്കും. ഒരു കുറിപ്പ് അത് എഴുതിയതിന് ശേഷം പലരെ കൊണ്ട് വായിപ്പിക്കും, AI കൊടുക്കും. അല്ലെങ്കിൽ ഒരു വിജയത്തിൻ്റെ പ്രഖ്യാപനം. ഇതൊക്കെ മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന് അസാധാരണ നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് സാധാരണക്കാരിലേക്ക് എഡിറ്റ് ചെയ്ത് എത്തുന്നത്. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് സാധനത്തെയാണ് നമ്മുടെ തലച്ചോറ് കമ്പയർ ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് എന്നേക്കാൾ നല്ല ജീവിതമുണ്ട് എന്നല്ല. അതിന് താഴെയുള്ള സൈലൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ കാണുന്ന അവരുടെ ജീവിതമാണ് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ സത്യമെന്ന് നമ്മൾ കരുതരുത്. ഓരോ വ്യക്തിക്കും എല്ലാത്തരം അനുഭവങ്ങളുമുള്ള ജീവിതമുണ്ട്. സോഷ്യൽ മീഡിയ അതിൽ നല്ല സാമ്പിളുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, അല്ലാതെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ശരീരത്തെ അപമാനിക്കുകയോ നമ്മുടെ ജീവിത രീതി, അല്ലെങ്കിൽ നമ്മൾ ലോകം ചുറ്റിയിട്ടില്ല, ആഡംബരമായിട്ടുള്ള കാറില്ല, വീടില്ല, അതൊക്കെ വിവരങ്ങൾ മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ അത് അച്ചീവ് ചെയ്യാം, പക്ഷേ അത് വേറൊരാൾ കൊണ്ട് തനിക്കില്ല എന്ന് ആലോചിച്ചല്ല അച്ചീവ് ചെയ്യേണ്ടത്. നമുക്കത് യഥാർത്ഥത്തിൽ വേണ്ടതാണോ എന്നുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുന്നതും തൻ്റെ ലിമിറ്റിൽ ഒതുങ്ങുന്നതും തനിക്കൊരു ലോങ് ടൈമിൽ എത്തിച്ചേരാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം, അല്ലാതെ നിരാശപ്പെടാനുള്ള ഒരു അളവ് പോലെ അല്ല. അതുകൊണ്ട് ശാന്തമായിട്ട് ചിന്തിക്കുക. കമ്പാരിസൺ എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്നൊരു സാധനമാണ്. പക്ഷേ അതിന് വളരെ പെട്ടെന്ന് നമ്മൾ ഇമോഷന് മുകളിൽ റാഷണലായിട്ട് ചിന്തിച്ച് സ്കോർ ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക, എല്ലാ സൈഡും ചിന്തിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നോക്കിയിട്ട് സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും ഒന്നും ശ്രമിക്കരുത്. തൊട്ടപ്പുറത്തുള്ള ആൾക്ക് ജോലിയിട്ട് അയാൾ 2 നില വീട് വെച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ 2 നില വീട് വെച്ചാലോ, അയാൾ 30 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ കാറ് വാങ്ങിച്ചാലോ നിങ്ങളുടെ ജീവിതം കൂടുതൽ ക്ലേശകരമാവുകയുള്ളൂ. നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ? അതിനൊരു പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുമോ? അതൊരു ടെമ്പററി ഇമോഷനാണോ? തൻ്റെ ലൈഫ് അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ അതിനപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അല്ലാതെ കിട്ടാത്തതിന് പുറകെ പോയിട്ട് സ്വന്തം ജീവിതത്തിൽ നിരാശയടിച്ച് മാറുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മനസ്സമാധാനം കിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന എല്ലാ സാധനവും കിട്ടിയാലും നിങ്ങൾക്കൊരു അൾട്ടിമേറ്റ് ഫിനിഷിംഗ് പോയിൻ്റ് ഇല്ല. ഇപ്പോൾ നമ്മൾ സ്വന്തം നാട്ടിലെ കോടീശ്വരനായാൽ നമ്മുടെ ജില്ലയിലെ കോടീശ്വരനാവാൻ നോക്കും, പിന്നെ സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച കോടീശ്വരനാകണമെന്ന് തോന്നും, അത് കഴിയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാകണമെന്ന് തോന്നും, അപ്പോഴും ഒരാൾ ബാക്കി കിടപ്പുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. അപ്പോൾ അങ്ങോട്ടൊക്കെ കടന്ന് ചിന്തിക്കണോ? അങ്ങനെ ഒരിക്കലും എങ്ങും എത്താൻ പറ്റില്ല. ഞാനിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആകണമെന്ന് ആഗ്രഹിച്ച് മിസ്റ്റർ ബീസ്റ്റിനോട് കോമ്പീറ്റ് ചെയ്താൽ അങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ ജീവിതത്തിൽ ഒരിക്കലും പറ്റില്ല എന്നൊരു തടസ്സം എൻ്റെ മുന്നിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണെങ്കിൽ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റും. അത് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ഓരോ ലൈഫും ഓരോ സ്റ്റെപ്പായിട്ട് എടുത്ത് വയ്ക്കുക. അല്ലാതെ ഒറ്റയടിക്ക് ജമ്പ് ചെയ്യാനോ ആ ജമ്പ് ചെയ്യാൻ പറ്റാതെ നിരാശനായി കിടന്നാലോ ഒരിക്കലും ജീവിതം സന്തോഷപൂർവ്വം ആവില്ല. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇത് ആക്ച്വലി എന്നെ ഒരുപാട് കുഴപ്പിച്ചൊരു ചോദ്യമാണ്. പിന്നെ ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.